ഹായ് എവ്രി വൺ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മെയ് 22 നടന്ന സെക്രട്ടേറിയറ്റ് OAയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിനാണ്. അതായത് എല്ലാവരും ചെയ്യുന്ന പോലെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ അങ്ങനെ വർക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ പറയല്ല. അതായത് നമ്മുടെ ടോപ്പിക് എക്സാം ബുക്കിൽ വന്നിട്ടുള്ള എത്ര ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ സെക്രട്ടേറിയറ്റ് OA എക്സാമിന് ചോദിച്ചിട്ടുള്ളത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അതായത് എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ടാകും. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും എത്രത്തോളം ക്വസ്റ്റ്യൻസ് നമ്മുടെ ടോപ്പിക് എക്സാം ബുക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ബുക്ക് വർക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഏതൊരു എക്സാമും എളുപ്പത്തിൽ എന്ത് ചെയ്യാം, ക്രാക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പറിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്തായിരുന്നു? കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് അതിലെ പ്രധാന സംഭവങ്ങളെ കാലഗണനാ ക്രമത്തിലാക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ആ ഒരു സെയിം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എവിടെ കാണാം? നമ്മുടെ ടോപ്പിക് എക്സാം ബുക്കിലും കാണാം. ഓക്കെ, അതായത് അതിൽ എന്ത് ചെയ്തിട്ടുണ്ട്? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. കുളച്ചൽ യുദ്ധം, മാറ്റിങ്ങൽ കലാപം, ശ്രീരംഗപട്ടണം സന്ധി, കുണ്ടറ വിളംബരം. ഓരോന്നിൻ്റെയും എന്താണ് കാലഗണനക്കനുസരിച്ച് ഏത് വർഷമാണ് എന്നുള്ളതിനനുസരിച്ച് അതിനെ കാലഗണന ക്രമത്തിലാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയായാലും എന്തറിയണം? വർഷങ്ങൾ അറിയണം അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇത് സെയിം ക്വസ്റ്റ്യൻസ് എവിടെ കാണാം? നമ്മുടെ ടോപ്പിക് എക്സാം ബുക്കിൽ കാണാം. പേജ് നമ്പർ എന്ന് പറയുന്നത് 13 കേരള ചരിത്രത്തിലെ 13ാമത്തെയും 39ാമത്തെയും ക്വസ്റ്റ്യൻ ആയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഏത്? 7ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അതായത് ജിയോഗ്രഫിയിൽ നിന്നും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നിന്നും വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ. എന്നാൽ മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്ന ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശികവാദം ഏത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, ജിയോഗ്രഫിയിൽ നിന്നാണ് പക്ക ചോദിച്ചിട്ടുള്ളത്. ഇതും നിങ്ങൾക്ക് എവിടെ കാണാം? നമ്മുടെ ടോപ്പിക് എക്സാം ബുക്കിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് പേജ് നമ്പർ 650 ഇന്ത്യൻ ജിയോഗ്രഫി എന്ന ഭാഗത്ത് എന്ത് ചെയ്യാം, 47ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി അതേപോലെ 9ാമത്തെ ക്വസ്റ്റ്യൻ, അതായത് ഇന്ത്യയുടെ കാലാവസ്ഥ, ജനജീവിതം എന്നിവ രൂപപ്പെടുത്തുന്നതിൽ ഉത്തരപർവ്വത മേഖല വഹിക്കുന്ന പങ്കുമായി ബന്ധമില്ലാത്ത പ്രസ്താവന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് എവിടെ കാണാം? ഉത്തരപർവ്വത മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ടോപ്പിക് എക്സാം ബുക്കിൽ കൊടുത്തിട്ടുള്ള പേജ് നമ്പർ 611 4ാമത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നന്നായിട്ട് ടൈം പോകും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓൾറെഡി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും ടൈം സേവ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാം ഹാളിൽ നിന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എക്സാം അറ്റൻഡ് ചെയ്യണം എന്ന്. ഓക്കെ അല്ലേ? അതായത് എത്രത്തോളം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കണ്ട് പരിചയമാകുന്നോ, അതായത് എക്സാം ഹാളിൽ നിന്ന് പുറത്ത് അല്ലെങ്കിൽ നമ്മൾ വീട്ടിലോ പഠിക്കുന്ന സമയത്ത് എത്രത്തോളം നമ്മൾ ക്വസ്റ്റ്യൻസ് കണ്ട് പരിചയമാകുന്നോ അത്രത്തോളം നമുക്ക് എക്സാം ഹാളിൽ ഇരുന്ന് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനുള്ള കോൺഫിഡൻസ് കൂടും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊരു ക്വസ്റ്റ്യൻ കാണുമ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ കാണുമ്പോൾ ഉള്ള ഡിഫറൻസ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നല്ലോ, മനസ്സിലാവില്ലേ? അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നല്ലോണം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണമെന്ന്. ഓക്കെ, ഇനി അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു പേജ് നമ്പർ 14. സെയിം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഒരു മാറ്റമില്ല. പേജ് നമ്പർ 14 ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ നമ്പർ 14 ക്വസ്റ്റ്യൻ ആയിട്ട് വ്യവസായ വ്യാപാര വാണിജ്യ രംഗങ്ങളിലുള്ള സർക്കാരിൻ്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറക്കുവാൻ ഉദ്ദേശിച്ചുള്ള നയം. ഈ സെയിം ക്വസ്റ്റ്യൻ പേജ് നമ്പർ 759 സാമ്പത്തിക ശാസ്ത്രം എന്ന ടോപ്പിക്കിൽ നമ്മുടെ ടോപ്പിക് എക്സാം ബുക്കിൽ പേജ് നമ്പർ 759 ക്വസ്റ്റ്യൻ നമ്പർ 15 നിങ്ങൾക്ക് കാണാൻ പറ്റും. സെയിം ക്വസ്റ്റ്യന് ഒരു മാറ്റമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എത്രത്തോളം ഈ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നു അത്രത്തോളം എക്സാം ഈസി ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ടൈം സേവ് ചെയ്യാം, ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാം, കോൺഫിഡൻസോടെ എക്സാം ഹാളിൽ നിന്നും പുറത്തിറങ്ങാൻ ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്തത് നോക്കൂ. ഇനി അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു 19ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ 19ാമത്തെ ക്വസ്റ്റ്യൻ, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട്. ആ സെയിം ക്വസ്റ്റ്യന് ഹരിത വിപ്ലവം എന്ന ടോപ്പിക്കിൽ നിങ്ങൾക്ക് പേജ് നമ്പർ 788 46ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ടോപ്പിക് എക്സാം ബുക്കിൽ കാണാം. സംശയമുള്ളവർക്ക് പോയി നോക്കാം, ചെക്ക് ചെയ്യാം. ആ സെയിം ക്വസ്റ്റ്യന് ഒരു മാറ്റമില്ല. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏത്? സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. വായിച്ച് വരുമ്പോൾ എങ്ങനെ സമയം പോകും. അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് സമയം സേവ് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം നിങ്ങൾ എന്ത് ചെയ്യാണ്, ആ ഒരു എക്സാമിലെ ടെൻഷൻ കുറഞ്ഞ് നിങ്ങൾക്ക് കൂളായിട്ട് ഇരുന്ന് എക്സാം എഴുതാം. അങ്ങനെ എക്സാം എഴുതാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് നല്ലോണം വർക്കൗട്ട് ചെയ്ത് ക്വസ്റ്റ്യൻസ് കണ്ട് പരിചയം വേണം. ഓക്കെ, എങ്കിൽ മാത്രമേ നമുക്ക് എക്സാം ഹാളിൽ നന്നായിട്ട് പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സെയിം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ടോപ്പിക് എക്സാം ബുക്കിൽ കാണാം. അപ്പോൾ ഒരു ടോപ്പിക് എക്സാം ബുക്ക് വർക്കൗട്ട് ചെയ്ത് പോയ ഒരു കുട്ടിയെ സംബന്ധിച്ച് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, പെട്ടെന്ന് ആൻസർ കണ്ടെത്തിയിട്ട് മാർക്ക് ചെയ്തിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അല്ലാതെ ഇത് ആദ്യമായിട്ട് എക്സാം ഹാളിൽ നിന്നും മാത്രം ഈ ക്വസ്റ്റ്യൻ കാണുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് ആൻസർ കണ്ടെത്തി അല്ലേ, ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കാണുന്ന ആ ഒരു എക്സ്പീരിയൻസ് ആവില്ല നമ്മൾ 2-3 വട്ടം ആ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ടൈം നമുക്ക് എന്ത് ചെയ്യാം, സേവ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് നോക്കൂ.
23-ാമത്തെ ക്വസ്റ്റ്യൻ ടോപ്പിക് എക്സാം ബുക്കിൽ നമുക്ക് കാണാൻ പറ്റും. അതായത് ക്വസ്റ്റ്യൻ പേപ്പറിലെ 23-ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റുകളെ ചുമതലപ്പെടുത്തുന്ന ഭരണഘടന അനുച്ഛേദം. ഓക്കെ, ഈ സെയിം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഞ്ചായത്ത് രാജ് എന്ന ടോപ്പിക്കിൽ പേജ് നമ്പർ 842 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കറക്റ്റ് ഒരു മാറ്റമില്ല, സെയിം ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പേജ് നമ്പർ നോക്കിയാൽ 842 നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സെയിം ക്വസ്റ്റ്യൻ തന്നെ, ഒരു മാറ്റമില്ലാതെ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ എന്താണ്, സ്റ്റേറ്റ്മെൻ്റ് എല്ലാം സെയിം, അതായത് ഒരു ഓപ്ഷനൊക്കെ എന്താണ് ആ സെയിം ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നോക്കൂ, ക്വസ്റ്റ്യൻ നമ്പർ 25 യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. പേജ് നമ്പർ 819 നമുക്ക് എന്ത് ചെയ്യാം, ഈ സെയിം ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. അതായത് ഭരണഘടന എന്ന ടോപ്പിക്കിൽ 49-ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ പറ്റും. ഇനി അതേപോലെ തന്നെ 29-ാമത്തെ ക്വസ്റ്റ്യൻ ഒരുപാടുണ്ട്. 29-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ പറയുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ 29-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ഭരണഘടനയിലെ സംസ്ഥാന ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഈ സെയിം എന്താ പറയുക, 3 ഓപ്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് കൃഷിയും പോലീസും ജയിലും തദ്ദേശ ഗവൺമെൻറ്റും വിദ്യാഭ്യാസവും വനവും. ഇതന്നെ നമുക്ക് എന്ത് ചെയ്യാം, ലിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നമ്മുടെ ടോപ്പിക് എക്സാം ബുക്കിൽ പേജ് നമ്പർ 881 ക്വസ്റ്റ്യൻ നമ്പർ 7. ഓക്കെ, ആ 7th ക്വസ്റ്റ്യൻ ആയിട്ട് ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ കാണാൻ പറ്റും. ലിസ്റ്റുകൾ എന്ന് പറഞ്ഞ ടോപ്പിക് എടുത്ത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെയിം ക്വസ്റ്റ്യൻ കാണാം. ഓക്കെ, കൃഷിയും പോലീസും ജയിലും തദ്ദേശ ഗവൺമെൻറ് വിദ്യാഭ്യാസം വനവും. ഇതേപോലെ തന്നെ ഈ ഒരു മോഡ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ അവിടെയും കൊടുത്തിട്ടുള്ളത്. കാരണം ഇങ്ങനെയാണ് ചോദിക്കുക എന്ന് നമുക്ക് അറിയാം. അപ്പോൾ PSCയുടെ ട്രെൻഡ് അനുസരിച്ചാണ് നമ്മൾ ഈ ഒരു ടോപ്പിക് എക്സാം ബുക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ PSC എങ്ങനെ ചോദിക്കും എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തത്, ടോപ്പിക് എക്സാം ബുക്കിൽ ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് എന്ത് ചെയ്യാം, ഈ ടോപ്പിക് എക്സാം ബുക്ക് വർക്കൗട്ട് ചെയ്താൽ തന്നെ എക്സാമിലെ കോൺഫിഡൻസോട് കൂടി എക്സാമിൽ ഓരോ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഇനി നോക്കൂ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, 34-ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അതായത് ബയോളജിയിലെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ശ്വസന വ്യവസ്ഥ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏതാണ്, ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗമാണ് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത് എന്നായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. സെയിം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ശ്വസന വ്യവസ്ഥ എന്ന ടോപ്പിക്കിൽ നമ്മുടെ ടോപ്പിക് എക്സാം ബുക്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ശ്വസന വ്യവസ്ഥ എന്ന ഒരു ടോപ്പിക്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബുക്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. പേജ് നമ്പർ പറയുകയാണെങ്കിൽ 944 34-ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ശ്വസന വ്യവസ്ഥ എന്ന ടോപ്പിക്കിലെ 34-ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാണാം. അതേപോലെ സെയിം ക്വസ്റ്റ്യൻ 35-ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ജീവിതശൈലീ രോഗങ്ങളിൽ പെടാത്തതേത്. ഓക്കെ, ജീവിതശൈലീ രോഗങ്ങളിൽ പെടാത്തതേത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, സെയിം ടോപ്പിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ടോപ്പിക് എക്സാം ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ജീവിതശൈലി രോഗങ്ങൾ എന്ന ടോപ്പിക്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് 50 ക്വസ്റ്റ്യൻസ് വരെ നമ്മളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്ത് മാർക്ക് എന്ത് ചെയ്യാം, സ്കോർ ചെയ്യാം. ഓക്കെ അല്ലേ. ഇനി അതേപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത് 47-ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അതായത് കെമിസ്ട്രിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. മർദ്ദം സ്ഥിരമായിരുന്നാൽ താപനില വർദ്ധിക്കുമ്പോൾ നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കും എന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഈ സെയിം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാതക നിയമങ്ങൾ എന്ന ടോപ്പിക്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ബുക്കിൽ കാണാൻ പറ്റും. പേജ് നമ്പർ ആണെങ്കിൽ 1068 23-ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാതക നിയമങ്ങൾ എന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. സെയിം ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അടുത്ത അതേ ക്വസ്റ്റ്യൻ ആയിരുന്നു 53-ലെ ക്വസ്റ്റ്യൻ. കേരള നടനം എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് ആര്. ഓക്കെ, അതും ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ, ഒരു മാറ്റമില്ല. കേരള നടനം എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവാണ് ആര്, ഗുരു ഗോപിനാഥ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ നമ്മുടെ ടോപ്പിക് എക്സാം ബുക്കിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് ദൃശ്യശ്രാവ്യ കലകൾ എന്ന ടോപ്പിക്കിലെ പേജ് നമ്പർ 1120 28-ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമ്മൾ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് വർക്കൗട്ട് ചെയ്തിട്ടാണ് മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാക്സിമം മാർക്ക് സ്കോർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, GKയിൽ നിന്ന് നല്ലൊരു മാർക്ക് എന്ത് ചെയ്യാം, നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ 63-ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അതായത് സൈബർ കുറ്റങ്ങളും നിയമങ്ങളും എന്ന ടോപ്പിക്കിൽ നിന്ന് നമുക്ക് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് 63-ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സെയിം ക്വസ്റ്റ്യൻ, ഒരു മാറ്റമില്ല, അത് അവിടെ കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ വേണമെങ്കിൽ നോട്ട് ചെയ്തോ. 1171 പേജ് നമ്പറിൽ 21-ാമത്തെ ക്വസ്റ്റ്യനും 20-ാമത്തെ ക്വസ്റ്റ്യനും ഈ ഒരു എന്താണ്, ഈ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെടുത്തിട്ട് നമ്മൾ കൊടുത്തതാണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ നമ്പർ 63 ആണ്. അപ്പോൾ ഈ 63-ൽ അതായത് സൈബർ കുറ്റങ്ങളും നിയമങ്ങളും എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമ്മളും ഈ ഒരു ബുക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവർ ചോദിച്ചിട്ടുള്ളതും. ഓക്കെ അല്ലേ. ഇനി അതേപോലെ തന്നെ 64-ാമത്തെ ക്വസ്റ്റ്യൻ, അതെന്താണ്, ഉപഭോക്തൃ സംരക്ഷണ നിയമം പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ആ ഒരു നിയമവുമായി ബന്ധപ്പെട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സുപ്രധാന നിയമങ്ങൾ എന്ന ടോപ്പിക്കിലെ പേജ് നമ്പർ 1199 44-ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, 44-ാമത്തെ ക്വസ്റ്റ്യൻ
സെയിം ക്വസ്റ്റ്യൻ തന്നെ, ഒരു മാറ്റമില്ല. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ മാക്സിമം ശ്രദ്ധിക്കേണ്ട സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് എല്ലാവർക്കും തെറ്റിപ്പോകാനും കൺഫ്യൂഷൻ ആവാനും ചാൻസ് ഉള്ളത്. അപ്പോൾ അത്രയും നമ്മൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ് ഇതിലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് വർക്കൗട്ട് ചെയ്താൽ തന്നെ മാക്സിമം സ്കോർ എന്ത് ചെയ്യാം, മാക്സിമം മാർക്ക് എന്ത് ചെയ്യാം, സ്കോർ ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് എന്ത് ചെയ്യാം, 65ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഗാർഹിക പീഡനം നടന്നെന്നോ നടക്കുന്നെന്നോ വിശ്വസിക്കാൻ മതിയായ കാരണമുള്ള ഏതൊരു വ്യക്തിക്കും അതിനെക്കുറിച്ച് താഴെ പറയുന്ന ഏത് ഉദ്യോഗസ്ഥനാണ് വിവരം നൽകേണ്ടത് എന്നുള്ള ക്വസ്റ്റ്യൻ. സെയിം ക്വസ്റ്റ്യൻ തന്നെ നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ട്, ഇതിൽ സ്റ്റേറ്റ്മെന്റ് അല്ല ചോദിച്ചിട്ടുള്ളത്, പക്ഷേ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ടോപ്പിക് എക്സാം ബുക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് അവരെടുത്തിട്ടുള്ളത്. അവർ എന്തായിട്ടുള്ളത് 65ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ പേജ് നമ്പർ പറയുകയാണെങ്കിൽ സുപ്രധാന നിയമങ്ങൾ എന്ന ടോപ്പിക്കിലെ 1220 പേജ് നമ്പറിലെ 43ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇതിൽ കാണുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് വർക്കൗട്ട് ചെയ്താൽ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, നെഗറ്റീവ് മാർക്ക് കുറച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റാങ്ക് ലിസ്റ്റിൽ മുന്നോട്ട് വരാം. ഇനി അതേപോലെ തന്നെ 67ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? സുപ്രധാന നിയമങ്ങളിൽ തന്നെ ഉള്ളൊരു ആ ഒരു ടോപ്പിക്കിൽ തന്നെ വന്നിട്ടുള്ള പേജ് നമ്പർ 1184-ലെ 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഒരു വലിയ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അത്യാവശ്യം ടൈം എടുക്കും വായിച്ച് വരുമ്പോഴത്തേന്. അപ്പോൾ ഇത് ഓൾറെഡി കണ്ട ഒരാളെ സംബന്ധിച്ച് അത്രയും ടൈമൊന്നും കൺസ്യൂം ആയി പോവില്ല, പെട്ടെന്ന് എന്ത് ചെയ്യാം, ആൻസറിലേക്ക് എത്താൻ പറ്റും. അതേപോലെ തന്നെ 68ാമത്തെ ക്വസ്റ്റ്യനും, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഏത് നിയമപ്രകാരമാണ് സ്ഥാപിതമായത്? അത് നമുക്ക് എവിടെ കാണാം, സുപ്രധാന നിയമങ്ങൾ എന്ന ടോപ്പിക്കിൽ തന്നെ പേജ് നമ്പർ 1190-ലെ 13ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് തന്നെ കിട്ടും. ടോപ്പിക് എക്സാം ബുക്ക് വർക്കൗട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരു എക്സാം ഹാളിൽ ചോദിക്കേണ്ട മാക്സിമം ക്വസ്റ്റ്യൻസും, അതും PSCയുടെ ട്രെൻഡ് അറിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആകാം, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആകാം, അല്ലെങ്കിൽ ബന്ധം കണ്ടെത്തുക എന്ന് പറയുന്ന പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ കയറി ചോദിക്കുന്നുണ്ട് അവർ. അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്, അല്ലാതെ ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആ ഒരു ടൈപ്പ് മാത്രമല്ല. അപ്പോൾ ഈ ഒരു ബുക്ക് വർക്കൗട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം. എക്സാമിൽ നല്ല കൂളായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് പരീക്ഷ എഴുതാൻ സാധിക്കും.